സർവ സ്രഷ്ടാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ഗോളത്തിൽ അനേകം ആളുകൾ അനാവശ്യമായ രീതിയിലുള്ള തർക്കങ്ങളും വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവരുടെ സമയം വെറുതെ കളയുകയാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മോട് ഇപ്രകാരം സംസാരിക്കുകയാണ്. പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ഇവിടെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനിലൂടെ സംസാരിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എന്നാൽ ചിലർ കരുതുന്നത് നമുക്ക് തർക്കങ്ങളിലൂടെയും വാദങ്ങളിലൂടെയൊക്കെ ആളുകളെ രക്ഷയിലേക്ക് നടത്താം എന്ന്. അങ്ങനെ അവർ തർക്കിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെങ്കിലും പലപ്പോഴും അവർ തർക്കിക്കുന്ന ആശയം ബൈബിളിലെ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 1 കൊരിന്ത്യർ 11:16 അപ്പസ്തോലനായ പൗലോസ് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭയ്ക്കുമില്ല എന്ന് ഓർക്കണം. അപ്പം ദൈവത്തിൻ്റെ യഥാർത്ഥ സഭയിൽ അവിടെയുള്ള ദൈവദാസന്മാരാകട്ടെ, അവിടെയുള്ള വിശ്വാസ സമൂഹമാകട്ടെ, അവർക്ക് ഒരു കാര്യം അറിയാവുന്നത്, അവർ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവരാരും ഈ പറഞ്ഞ വചനത്തിന് വിപരീതമായി പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുത്തൻ തർക്കിക്കുവാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭയ്ക്കുമില്ല. നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ ദൈവവിഷയമായി സുവിശേഷം അറിയിക്കുമ്പോൾ ആ വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇതുമായി ബന്ധത്തിൽ നമുക്ക് യെശയ്യാവ് 34:16 വായിക്കാം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. അപ്പൊ ഈ ഒരു ആശയം സ്വീകരിക്കാത്ത ഒരു വ്യക്തിയോടും നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾക്ക് പറയാനുള്ളത് വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആശയങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് യഹോവയുടെ പുസ്തകമാണ്, ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്, ഇവിടെ വായിച്ചാൽ നമ്മുടെ നിത്യജീവൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, ഇതിലൊന്നും കാണാതിരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നും ഇതിൽ കാണാതിരിക്കത്തില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല, ഇണവാക്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ വായാണ് കൽപ്പിച്ചത്, ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ് ഇവയെ കൂട്ടിവരുത്തിയത്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ്. അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ വചനമായ തിരുവെഴുത്ത്, ബൈബിൾ, അത് മാത്രമായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന് ആധാരം എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് അനവധി തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആവർത്തന പുസ്തകം 4:2
ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. അപ്പൊ ഈ ഒരു ആശയം, ഇത് ദൈവത്തിന്റെ ആശയമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഇത് അംഗീകരിക്കാത്തവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 2:17 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പൊ ദൈവവചനത്തിൽ മായം ചേർക്കുന്ന, അങ്ങനെ അത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. ഇന്ന് ആർക്കൊക്കെ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും? ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ? നിർമ്മലതയോടും എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു. അതെങ്ങനെയായിരിക്കണം? നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആശയസമ്പുഷ്ടമായ തിരുവെഴുത്തുകളാണ്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഇവിടെ ചില ശാപങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അത് വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കത്തില്ല. അപ്പോൾ ഒരു ക്രിസ്തുവിന്റെ ദാസനായിരിക്കണമെങ്കിൽ അവൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കില്ല. അപ്പോൾ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച എന്ന് പറയുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതെന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രമായിരിക്കണം. ബൈബിൾ നമ്മുടെ രക്ഷയുമായി ബന്ധത്തിൽ പൂർണ്ണമായ ഉപദേശം നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിളിൽ പുതിയ നിയമം, അത് പുതിയ നിയമത്തിന്റെ സാക്ഷികളായിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരായ നാം, പുതിയ നിയമം അതിൽ നമ്മൾ രക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ തിരുവെഴുത്തുകളും നമ്മൾ ഹൃദ്യസ്ഥമാക്കണം. സങ്കീർത്തനങ്ങൾ 119:11 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായി തിരുവെഴുത്തുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നമുക്ക് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, ഇന്ന് വിപരീത ഉപദേശം എന്ന് പറയുമ്പോൾ, ഇന്ന് ഓരോ സഭകളെയും നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ, ദൈവസഭകൾ എന്ന് പറയുന്ന സഭകളെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ ഒട്ടനവധി വിപരീത ഉപദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം പറഞ്ഞിരിക്കുകയാണ്, വിഗ്രഹം ഉണ്ടാക്കരുത്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിന്റെയും സ്വരൂപം വാർത്തുണ്ടാക്കരുത്, കൊത്തി ഉണ്ടാക്കരുത് എന്ന് ദൈവം വ്യക്തമായി പറഞ്ഞപ്പോൾ ചില ആളുകൾ പറയുകയാണ്, അല്ലെങ്കിൽ ചില സഭക്കാർ പറയുകയാണ്, അത് ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് ആരാധിക്കാതിരുന്നാൽ മതി, ഞങ്ങളത് വെച്ചിരിക്കുന്നതല്ല, ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇവർ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഇതിനെ വസ്ത്രം ധരിപ്പിക്കുന്നത്, ഇതിനെ മാലയണിയിച്ച്, അതിനെ വണങ്ങി, അതിനെ കുമ്പിട്ട്, അതിന് ധൂപം കൊടുത്ത്, അതിനെ പ്രദർശനമാണെന്ന് പറഞ്ഞ് അതിനെ വലിയ അലങ്കരിച്ച് വാഹനങ്ങളിൽ എടുത്തുകൊണ്ട് പോയി അവിടെയും ആളുകൾ വണങ്ങുന്നു, അതിന് മുമ്പിൽ പണമിടുന്നു ആളുകൾ. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ദുരുപദേശങ്ങൾ സഭയിൽ കടന്നു വന്നതുകൊണ്ട് പൈശാചികമായ രീതിയിൽ ഇതെല്ലാം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. കാരണം ഇവരിങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം അത്
2 കൊരിന്ത്യർ 4:4 വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. അപ്പൊ ഇവരുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവമായ പിശാചാണ്, സാത്താനാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ബൈബിൾ മാത്രം, സോള സ്ക്രിപ്ചർ എന്ന് അംഗീകരിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായി നമ്മോട് അപ്പസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ സംസാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പെന്തിക്കോസ്ത് അനുഭവസ്ഥ സഭകൾ അല്ലെങ്കിൽ പെന്തിക്കോസ്ത് സഭകൾ, ഞാൻ പല സഭകളെ കുറിച്ച് പഠിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പുതിയ നിയമം ഏറ്റവും കൂടുതൽ അനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നത് പെന്തിക്കോസ് സഭകൾ, അതുപോലെ തന്നെ ചില സ്വതന്ത്ര സഭകളൊക്കെയാണ്. പല പാരമ്പര്യ പൗരോഹിത്യ സഭകളിലും 90% വരെയും ദൈവത്തിന്റെ വചനം അവരെ പ്രസംഗിക്കുകയോ പ്രമാണിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഉദാഹരണത്തിന്, നമ്മളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ സുവിശേഷം പറയുമ്പോൾ ചിലർ പറയും, നിങ്ങൾ അമ്മയില്ലാത്ത മക്കളല്ലേ, നിങ്ങൾക്ക് മാതാവില്ല എന്ന് അവർ പറയുന്നത്. നിങ്ങൾക്ക് മാതാവില്ലല്ലോ, പിന്നെ നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം? കാരണം പലരും യേശുവിനെ നേരിട്ട്, അല്ലെങ്കിൽ യേശു എന്ന ഏക മധ്യസ്ഥൻ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് പറയുമ്പോൾ ചിലർക്ക്, അതുപോലെ തന്നെ നമ്മൾ ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 24 വരുമ്പോൾ, ഇവനോ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി വിടുവിപ്പാൻ പ്രാപ്തനാകുന്നു. ആര്? യേശുക്രിസ്തു. അപ്പൊ നമ്മളെ മുഴുവനായി 100% വിടുവിപ്പാൻ പ്രാപ്തനായതുകൊണ്ട് നമുക്കിപ്പോൾ അന്യമധ്യസ്ഥർ, സഹമധ്യസ്ഥർ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ചിലര് യേശുവിന്റെ അമ്മയായ മറിയയിലൂടെ യേശുവിലേക്ക് പോവുകയാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥൻ, ദൈവം ഒരുവനല്ലോ. അപ്പൊ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്കറിയാം. അപ്പോൾ ബൈബിളിൽ നമ്മൾ ഒരു മാതാവിനെ മാത്രമേ കാണുന്നുള്ളൂ, അത് യേശുവിന്റെ അമ്മയായ മാതാവാണ്. എന്നാൽ ചില സഭകളിലൊക്കെ വ്യാകുല മാതാവ്, അമലോത്ഭവ മാതാവ്, ഫാത്തിമ മാതാവ്, സ്വർഗസ്ഥ ആകാശറാണി, അങ്ങനെ അനേകം പേരുകളിൽ അവരുടെ മാതാവ് അറിയപ്പെടുകയാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള മാതാവൊന്നും നമുക്കില്ല. നമുക്ക് ബൈബിളിലെ ഒരു മാതാവുണ്ട്, ആ മാതാവിനെ നമ്മൾ ബഹുമാനിക്കുന്നു, ആ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയില്ല. കാരണം ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആരും മരിച്ചുപോയവർ ഒരു വ്യക്തിയോട്, ദൈവത്തോടല്ലാതെ മരിച്ചുപോയ ഒരു വ്യക്തിയോട്, ഒരു മനുഷ്യനോ സ്ത്രീയോ പുരുഷനോ ആരായിരുന്നാലും അവരോടൊന്നും പ്രാർത്ഥിച്ചതായി നമ്മൾ കാണുന്നില്ല. അതാണ് ബൈബിളിന്റെ ഉപദേശം. അതുപോലെ തന്നെ ഈ മാതാവ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറയുന്നു. അത് ചിലരൊക്കെ കണ്ടു. അപ്പോൾ ഈ മാതാവ് എന്താണ് അവരോട് പറഞ്ഞത്? അവിടെ എല്ലാം തന്നെ, ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്, അവിടെ പല സ്ഥലങ്ങളിലും ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയും ഈ മാതാവ് അവരോട് പറഞ്ഞത് വചനവിരുദ്ധമായ കാര്യമാണ്. കാരണം എന്നെ കണ്ടിരിക്കുന്നത് പോലെ, നിങ്ങൾ എന്നെ ഈ ദർശനത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്രോട്ടോ ഉണ്ടാക്കിയിട്ട് എൻ്റെ രൂപം അവിടെ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അവിടെ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുക. അപ്പോൾ അത് എന്താണ്? അങ്ങനെ പറയുമ്പോൾ അത് വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമാണ്. നമ്മളിവിടെ വായിച്ച വചനം ഇവിടെ പറയുകയാണ്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതുപോലെ തന്നെ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു വന്നാലും, യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രത്യക്ഷപ്പെടാം. അപ്പൊ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടാൽ എന്താണ് പറയുന്നത്? വചനത്തിൽ എഴുതിയിട്ടുള്ള കാര്യമേ സംസാരിക്കത്തുള്ളൂ. വചനത്തിന് വിപരീതമായ ഒരു കാര്യം ആരൊക്കെ പ്രത്യക്ഷപ്പെട്ടാലും നമ്മോട് പറഞ്ഞെങ്കിൽ അവരെ വിശ്വസിക്കരുത് എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം ബൈബിളിനോട് കൂട്ടരുത്. വെളിപ്പാട് പുസ്തകം 22-18-19 വാക്യങ്ങളിൽ
ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചനത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. വളരെ ശക്തമായ താക്കീതാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ദൈവവചനത്തോട് കൂട്ടുക കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകം, എൻ്റെ കയ്യിലുള്ള ബൈബിളാണിത്. അപ്പൊ ഈ പുസ്തകത്തോട് നമ്മൾ ആരും തന്നെ കൂട്ടി എഴുതത്തില്ല. കാരണം ഇതിനകത്ത് സത്യവേദ പുസ്തകമാണെങ്കിൽ 66 പുസ്തകങ്ങളുണ്ട്, 66 പുസ്തകങ്ങൾ. അപ്പൊ ഈ 66 പുസ്തകത്തിന്റെ നമ്മൾ ഒരിടത്തും അതിനോട് നമ്മൾ കൂട്ടി എഴുതുന്നില്ല. പക്ഷെ ഇവിടെ അത് അക്ഷരാർത്ഥമാണ്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് പാപമാണ്, ശാപമാണ്. അതുപോലെ ആത്മീയ അർത്ഥത്തിൽ ഈ വിശുദ്ധ വേദ പുസ്തകത്തിൽ തിരുവെഴുത്തിൽ ദൈവം പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവകൃപയിൽ നിന്ന് വീണുപോയ ഓരോ വ്യക്തികളെയും എടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെല്ലാം ട്രാക്ക് മാറി ഓടി. അതായത് ഒരു ട്രെയിൻ ഓടേണ്ടത് അതിന് ട്രാക്കുണ്ട്. ഒരു വാഹനം ഓടണമെങ്കിൽ അതിന് വഴിയുണ്ട്, റോഡുണ്ട്. അത് വിട്ടോടുമ്പോഴത്തേനും അവിടെ അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിന്റെ തിരുവെഴുത്ത് പഠിക്കുകയും അത് അനുസരിക്കുകയും ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ അവൻ അകപ്പെടും. അവന് നിത്യ നാശമായിരിക്കും, നിത്യ നരകമായിരിക്കും. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24:47 അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇത് യേശു കർത്താവ് പറഞ്ഞ തിരുവെഴുത്താണ്. കർത്താവ് പുനരുദ്ധാനം ചെയ്ത് തന്റെ ശിഷ്യന്മാരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കർത്താവ് യേശുക്രിസ്തു പറയുവാണ്, അവന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് പ്രസംഗിക്കണം? അപ്പോൾ പ്രസംഗിക്കുവാനുള്ള 2 വിഷയങ്ങളാണ് ഇവിടെ യേശു കർത്താവ് നൽകുന്നത്. അവന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ മാനസാന്തരവും പാപമോചനം, 2 വിഷയങ്ങൾ. 1 മാനസാന്തരം, 2 പാപമോചനം. അത് യെരുശലേമിൽ ആരംഭിച്ചു. യെരുശലേമിലാണ് ഒന്നാമത്തെ സഭ, റോമിലല്ല, വത്തിക്കാനിലല്ല. ഒന്നാമത്തെ സഭ, അതായത് റോമൻ കത്തോലിക്ക സഭയല്ല ഒന്നാമത്തെ സഭ. ഒന്നാമത്തെ സഭ കത്തോലിക്ക സഭയാണ്. എന്ന് പറയുമ്പോൾ കാത്തോലിക്ക എന്ന് പറയുന്നതിന്റെ അർത്ഥം സാർവത്രികം എന്നാണ്. അതായത് സർവ്വ ലോകത്തിലുമുള്ള എന്ന് മാത്രമാണ്. എന്നാൽ റോമൻ കത്തോലിക്കരെ അത് അടിച്ചു മാറ്റിയിട്ട് അവരുടെ ആണ് ഇപ്പോൾ കത്തോലിക്ക സഭയെന്ന് അവർ അവകാശപ്പെടുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: ദൈവത്തിന്റെ സഭ കാത്തോലികമാണ്, സാർവത്രികമാണ്. അത് ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ്. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ യെരൂശലേമിൽ സഭ ആരംഭിച്ചപ്പോൾ, ഞാനിപ്പോൾ ജെറുസലേം ക്രിസ്ത്യാനിയാണ്, ജെറുസലേം കാത്തോലിക്കാണ് ഞാൻ. അങ്ങനെ എനിക്ക് പറഞ്ഞാലും അത് ശരിയാണ്. കാരണം സഭ ആരംഭിച്ചത് ജെറുസലേമിൽ, സുവിശേഷം ആരംഭിച്ചത് ജെറുസലേമിൽ, സമാധാനത്തിന്റെ പട്ടണമായ ജെറുസലേമിൽ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ച ആ ഒരു ദീപശിഖ അത് പകർന്നു പോകുന്നത് പോലെ ഇന്നയോളം അത് എത്തി നിൽക്കുകയാണ്. അപ്പൊ അവന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. ഇതാണ് ദൈവേഷ്ടം. അപ്പോൾ പ്രസംഗിക്കാൻ ഇവിടെ വിഷയം തന്നു കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ കള്ളപ്രവാചകന്മാർ ഒരിക്കലും ഇത് പ്രസംഗിക്കത്തില്ല. അവര് പ്രവചനമാണ് നടത്തുന്നത്. പ്രവചനം. ഈയിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഒരാളെ കുറിച്ച് കേട്ടു. ഒരു ദ്രവ്യദാസൻ എന്ന് പറയുന്ന, ദൈവദാസൻ എന്ന് പറയുന്ന ദ്രവ്യദാസൻ. അയാളെ കാണണമെങ്കിൽ ടോക്കൺ എടുക്കണം. ആ ശുശ്രൂഷകനെ എന്ന് പറയുന്ന അയാളെ കാണണമെങ്കിൽ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്ത് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്നത് പോലെയാണ്, ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്നത് പോലെയാണ് ഇയാളെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പൊ ഇയാളെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ജ്ഞാനമൊക്കെ അറിവൊക്കെ ഉള്ള ആളാ. അപ്പൊ ആളെ കാണുമ്പോഴേ അറിയാം. എന്നിട്ട് അവർക്ക് വേണ്ടി കുറെ കർമ്മങ്ങള്, കുറച്ച് അനുഷ്ഠാനങ്ങളൊക്കെ അയാൾ നിർദ്ദേശിക്കും. അതായത് വൈദ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവര് മരുന്നുകൾ ഇടുന്ന പോലെ, അതിലൊരു കാര്യമാണ്, ഇവിടെ തേനുണ്ട്, തേന്, എണ്ണ, അങ്ങനെ കുറെ വസ്തുക്കളുടെ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. തേന്, എണ്ണ, അതുപോലെയുള്ള കുറെ വസ്തുക്കളുടെ കച്ചവടം. അതിന് പിന്നെ വേറൊരു കാര്യം അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ബോക്സ് തരും. അവിടുന്ന് നിങ്ങൾക്ക് ഒരു ബോക്സ് തരും. കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ ഇതിനകത്തോട്ട് ഇടാം. എന്തിനു വേണ്ടിയാണ്? അത് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ, കാരണം നമ്മുടെ ഈ കൂട്ടായ്മകളിലൊക്കെ ഞായറാഴ്ചയൊക്കെ
സ്തോത്രക്കാഴ്ച എന്ന് പറഞ്ഞു, ഓഹരി എന്നും ദശാംശം എന്നും പറഞ്ഞൊക്കെ പല രീതിയിൽ പിരിപ്പിക്കുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് പിന്നെയും പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് തരാം. അപ്പൊ അതുകൊണ്ട് ഈ ബോക്സ് കൊടുക്കുമ്പോൾ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇനി വല്ല ഗസ്റ്റും വന്നു കഴിഞ്ഞാൽ, കാരണം ഇവന്റെ പോക്കറ്റ് അടിക്കുക എന്ന് മാത്രമല്ല, ഇനി ഗസ്റ്റും കൂടെ വരുന്ന അവരുടെ പോക്കറ്റും കൂടെ അടിച്ചു മാറ്റണം. അപ്പൊ അതിനുവേണ്ടിയാണ്. കാരണം ഞാൻ ഇത് പറയാനുള്ള കാര്യം, എനിക്കിത് അനുഭവമുണ്ട്. ഞാൻ ഇങ്ങനെ പല സഭകളെ കുറിച്ച്, എന്റെ ദൈവം എന്നെ കൊണ്ടുപോയതാണ്. പല സഭകളെ കുറിച്ച് പഠിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ഒരു പാസ്റ്റർ, അപ്പോൾ എനിക്ക് അത്യാവശ്യം വചനമൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്നെ അവിടുത്തെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ കാരണം ദൈവത്തിന്റെ ഒരു വേലയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ഒരു ആലോചന പറഞ്ഞു, നമുക്കൊരു ബോക്സ് വേണം. അപ്പോൾ ഒരു ബോക്സ് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ, അത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഈ ബോക്സ് നിങ്ങൾക്കും പൈസ ഇടാം, പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവരോടും കുറച്ച് പൈസ നിങ്ങൾക്ക് മേടിക്കാം. ഇപ്പം നമ്മൾ വേറെ കടകളിലൊക്കെ പോകുമ്പോൾ അവിടെ പല വിശുദ്ധ സ്ഥലങ്ങൾ എന്ന് പറയുന്ന അവിടെയെല്ലാം നേർച്ചപ്പെട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എന്ന് പറയുന്നത് ഇതൊക്കെ ദ്രവ്യാഗ്രഹമാണ്, ഇതൊക്കെ കച്ചവടമാണ്. ഇത് ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് മനുഷ്യനെ വാണിഭം ചെയ്യുന്നവരാണ്. ഇതൊന്നും യഥാർത്ഥ സുവിശേഷവുമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. ഒരു ദ്രവ്യദാസം പറയുകയാണ്, ഒരു ദാസം പറയുകയാണ്, എനിക്ക് 6 പോക്കറ്റ് ഉണ്ട്. 6 പോക്കറ്റ്. സാധാരണ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷർട്ടിനാകും ഒരു പോക്കറ്റ് മതി, ധാരാളം മതി. അപ്പൊ അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി പറയും, എനിക്ക് 6 പോക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് കാണിച്ചു കൊടുക്കുക, 6 പോക്കറ്റ്. കാരണം നിങ്ങൾ ആരെങ്കിലും പൈസ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പോക്കറ്റിൽ ഇടാലോ എന്ന്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന പേർ ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അപ്പൊ അവന്റെ യേശു കർത്താവ് വരുന്നതിന്റെ ലക്ഷ്യം എന്താ? തന്റെ ജനത്തെ, ലോകത്തിലുള്ള സകല മനുഷ്യരെ അല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പ്. അപ്പൊ അവരെ എന്ത് ചെയ്യും? പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. യേശു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? രക്ഷകൻ. എന്തിൽ നിന്നുള്ള രക്ഷയാണ്? പാപത്തിൽ നിന്നുള്ള രക്ഷ. ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അഭിഷിക്തൻ. ഇമ്മാനുവൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. ഇനി നമ്മുടെ മലയാള ഭാഷയിൽ യേശു എന്ന് പറയുമ്പോൾ അത് ഹീബ്രു ഭാഷയിൽ യേശുവ എന്നാണ്. യേശുവ, അതായത് അരമായിക് ഗ്രീക്കില്, അരമായിക് ഹീബ്രു ഭാഷയിൽ, അരമായിക് ഹീബ്രുവില് യേശുവ എന്നാണ്. പക്ഷെ നമ്മൾ യേശു മലയാളത്തിലേക്ക് വന്നപ്പോൾ യേശു. അതുപോലെ തന്നെ അവിടെ യഥാർത്ഥ ഹീബ്രു ഉണ്ട്. പ്യുവർ ഹീബ്രുവില് യേശു എന്ന് പറഞ്ഞാൽ യാഹ്ഷുവ എന്നാണ്. യാഹുവേ എന്ന് പറഞ്ഞാൽ യഹോവ. നമ്മളിവിടെ യഹോവ എന്ന് പറയുമ്പോൾ അത് ഹീബ്രു ഭാഷയിൽ യാഹുവേ എന്നാണ്. അപ്പൊ യാഹ്ഷുവ, യേശു എന്ന് പറഞ്ഞാൽ യാഹ്ഷുവ എന്നാണ്. അപ്പൊ യാഹ്ഷുവ എന്ന് പറഞ്ഞാൽ യഹോവ രക്ഷിക്കുന്നു. അപ്പോൾ അതായത് യേശു കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പൊ യേശുവിന്റെ പേരിൽ തന്നെ പിതാവിന്റെ പേരുമുണ്ട്. അപ്പോൾ ഇവിടെ അതായത് ഈ ഇസ്രായേലില് ഈ ഹീബ്രു പേരുകൾക്കെല്ലാം അതിൻ്റെതായ അർത്ഥമുണ്ട്. അവൻ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പൊ യേശു എന്നുള്ള പേര് നമ്മിൽ അന്വർത്ഥമാകണമെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരായിരിക്കണം. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് 1 തിമോഥെയോസ് 1:15 നമ്മൾ വരുമ്പോൾ ഈ ആശയം തന്നെ വീണ്ടും അവിടെ പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുയേശു എന്തിനാ ലോകത്തിലേക്ക് വന്നത്? അതായത് അത് പാപികളെ രക്ഷിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ സഭയെ ഉപദ്രവിച്ചു എന്നുള്ളൊരു കുറ്റമുണ്ട്. ദൈവസഭയെ ഉപദ്രവിച്ചു, അതിന് ശിക്ഷയും കിട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു യഥാർത്ഥ ദൈവദാസനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, ഒരു യഥാർത്ഥ ദൈവദാസനെ, ഇനി അവനെതിരെ ഉപദ്രവിക്കേണ്ട, അവനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അതായത് ഈ അഹറോന്റെ സഹോദരിയായ മിര്യാമിന് സംഭവിച്ചതുപോലെ. കാരണം മിര്യാമ് മോശയെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ശക്തമായ രീതിയിൽ വിമർശിച്ചു. എന്താ സംഭവിച്ചത്? അത് ദൈവികതമല്ലായിരുന്നു ആ വിമർശനം. അപ്പൊ അതുകൊണ്ട് കുഷ്ഠരോഗിയായി തീർന്നു. അപ്പൊ അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ദൈവത്തിന്റെ യഥാർത്ഥ ശുശ്രൂഷകന്മാരാണെങ്കിൽ പറയാനുള്ളത്, എന്നെ വിമർശിച്ചോ, ഞാൻ എൻ്റെ സഭയില് ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ എന്നെ വിമർശിച്ചോ, എന്നിൽ കുറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യണം.
എന്നിൽ ഏതെങ്കിലും പാപം നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? യേശു കർത്താവ് ചോദിച്ചു. യേശു കർത്താവ് ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ച, എന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാപം തെളിയിക്കുവാൻ കഴിയുമോ? അതായിരിക്കണം നമ്മുടെ മനോഭാവം. അല്ലാതെ ചിലവരൊക്കെ പറയും, ഞങ്ങള് വലിയ ആള്, അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നും കുറ്റമൊന്നും നിങ്ങൾ പറയണ്ട, അത് നിങ്ങളൊന്നുമല്ല പറയേണ്ടത്. ആ ഒരു ഭാവമല്ല, അത് ക്രിസ്തുയേശുവിന്റെ ഭാവമല്ല. ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങളിൽ ആർക്ക്, അതാണ്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ സാധിക്കും. പ്രൈസ് ഗോഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും 1 യോഹന്നാൻ 3:5 വരുമ്പോൾ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരിലും പാപമുണ്ട്. പക്ഷെ ഒരുവൻ മാത്രമുണ്ട്, അവനിൽ കന്യകയിൽ നിന്ന് ജനിച്ചവൻ. അപ്പോൾ അവനിൽ എന്ത് പാപമില്ല. അപ്പൊ പാപമില്ലാത്ത ഒരുത്തൻ നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ വേണ്ടി വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് വെറുതെ പറയുന്നതല്ല, നമ്മളുടെ പാപം നീക്കിയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് അവകാശപ്പെടണം. എന്ത്? നമ്മൾ ഓരോരുത്തരും അവകാശപ്പെടണം, ഞാൻ ക്രിസ്തുയേശുവിൽ ഒരു വിശുദ്ധനാണ്. എപ്പോഴാണ്? നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം. നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം, അതായത് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം, നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം, യേശുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞ ശേഷം നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കും. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് ലൂക്കോസ് 5:32, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:32, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. നീതിമാന്മാർ അവർ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു, പക്ഷെ പാപികളെ വിളിക്കാൻ വേണ്ടി വന്നു. എന്തിനു വേണ്ടി? വെറുതെ വിളിക്കാൻ വേണ്ടിയാണോ? അല്ല, മാനസാന്തരത്തിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ ഈ മാനസാന്തരം? ഈ മാനസാന്തരം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനതൊരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ പറയുന്നത്. സദൃശവാക്യങ്ങൾ 28:13 ഈ ഒരു വാക്യം പറഞ്ഞാൽ കൂടുതൽ നമുക്ക് വിശദീകരണമൊന്നും ആവശ്യമില്ല. സദൃശവാക്യങ്ങൾ 28:13 പറയുകയാണ്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പൊ നമ്മുടെ പാപങ്ങളെ മറയ്ക്കാതെ ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ തന്നെ വഞ്ചിക്കുന്നു എന്നാ പറയുന്നത്. ഞാൻ പാപം ചെയ്തിട്ടില്ല, അങ്ങനെ ആർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ പാപം ചെയ്തു കർത്താവേ ഞാൻ എന്റെ അറിവില്ലായ്മയിൽ ഞാൻ പാപം ചെയ്തു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുക, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. അപ്പോൾ ലംഘനങ്ങളെ, പാപങ്ങളെ മറയ്ക്കുന്നവന് ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. അതാണ്, ശുഭം വരുത്തില്ല അവന്. അപ്പോൾ ഇന്ന് താൽക്കാലികമായിട്ട് പാവങ്ങളെ മറയ്ക്കാൻ വേണ്ടി നേർച്ച കാഴ്ചകൾ ചെയ്യുന്നവരുണ്ട്, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വ്യവസ്ഥ പ്രകാരമല്ലാത്ത, ദൈവഹിതമല്ലാത്ത, ദൈവസ്ഥാപിതമല്ലാത്ത പുരോഹിതന്മാരുടെ അടുക്കൽ പോയിട്ട് കുമ്പസാരിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും, അതൊക്കെ ലംഘനങ്ങളെ മറയ്ക്കുന്ന പരിപാടിയാണ്. പാപങ്ങളെ തൽക്കാലത്തേനും മറയ്ക്കാം. പക്ഷെ വേറൊരു കാര്യം ഇവിടെയുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. അതായത് ഓരോ ദിവസവും കുർബാന ചൊല്ലിയിട്ട് ഓരോ ദിവസം കുമ്പസാരിച്ച് കുരിശിന്റെ വഴി എല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു മനുഷ്യൻ, ഇപ്പൊ ഇങ്ങനെ കുമ്പസാരിച്ച് അച്ഛന്റെ അടുത്ത് പുരോഹിതന്റെ അടുത്ത് നിന്ന് കുമ്പസാരിച്ചിട്ട് ഇപ്പൊ ഇങ്ങ് വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യനോട് നമുക്ക് വഴിയെന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾ പാപിയാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവർ പറയാ? ഞാൻ പാപിയാണേന്ന് അവർ പറയത്തുള്ളൂ. ഞാൻ പാപിയാണേന്ന് അവർ പറയത്തുള്ളൂ. കാരണം അവർക്ക് ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവരുടെ ബുദ്ധിയെ തുറന്നിട്ടില്ല. പക്ഷെ കർത്താവ് യേശുക്രിസ്തു പറയുവാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിലേക്ക് വിളിപ്പാൻ വന്നതാണ്. ചിലർ എപ്പോഴും പാപികളെ വിളിക്കാൻ വന്നു പറഞ്ഞ് അവര് തന്നെ പാപത്തിലിരിക്കണമെന്നാണ് അവരുടെ പഠിപ്പീര്. ഇവിടെ പറയാ, പാപികളെ മാനസാന്തരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് മാറണം. അത് നല്ല ഒരു മാനസാന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നത് സങ്കീർത്തനങ്ങൾ 51:9-10 വാക്യങ്ങളിലാണ്. അവിടെ ദാവീദ് പാപം ചെയ്തപ്പോൾ ഇപ്രകാരം ഏറ്റുപറയുകയാണ്, എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. കാരണം മരണകരമായ പാപം ചെയ്ത്, വ്യഭിചാരവും കൊലപാതകവും ഒക്കെ ചെയ്തിട്ടാണ്. എന്നിട്ട് ദൈവത്തോട് വളരെ നിഷ്കളങ്കനായിട്ട് ഒരു ശിശുവിനെ പോലെ പറയുകയാണ്, എന്താ പറയുന്നത്? എന്റെ പാവങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എന്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അതായത് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ എന്ന് പാട്ടുകാരൻ വളരെ വ്യക്തമായിട്ട് പാടിയിരിക്കുക.
അപ്പൊ സ്ഥിരമായ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പോക്കുവരത്തല്ല. എന്നാൽ പിശാച് പലപ്പോഴും പോക്കുവരത്താണ്. അത് പോയും വന്നു ഇരിക്കുന്നു. ദുരാത്മാക്കൾ പോയും വന്നു ഇരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിൽ വന്നാൽ അത് സ്ഥിരമായിട്ട് വസിക്കും. കാരണം അവൻ പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ആ ദുഃഖിപ്പിക്കുന്നവരെയും അത് സ്ഥിരമായി നമ്മിൽ വസിക്കുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഒരു ആശയം എന്താണ്? എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ എന്നാണ്. എന്റെ പാപങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ എന്നാണ്. അത് വീണ്ടും ജനനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും ജനിക്കുന്നതോടുകൂടി നമ്മളെ മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതോടുകൂടി നമ്മളെ നമ്മുടെ മേൽ നിർമ്മല ജലം തെളിക്കുക. അങ്ങനെ ഒരു പ്രവചനമുണ്ട്. നിങ്ങളുടെ മേൽ ഞാൻ നിർമ്മല ജലം തെളിക്കും. കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു ശസ്ത്രക്രിയ പോലെയാ. അപ്പോൾ നമ്മുടെ ഒരു അവയവത്തിൽ എന്തെങ്കിലും ക്യാൻസർ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്തു മാറ്റിയിട്ട് ഡോക്ടർമാർ അതിനെ എടുത്തു മാറ്റും അവിടുന്ന്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മൾ മലിനപ്പെട്ടിരിക്കുന്ന നമ്മുടെ പാപം കൊണ്ട്, ഭാരം കൊണ്ട്, ശാപം കൊണ്ട്, പൈശാചികതയിൽ നിറഞ്ഞിരിക്കുന്ന നമ്മളെ നിർമ്മല ജലം തെളിച്ച് നമ്മളെ വിശുദ്ധീകരിക്കുക, നമ്മളെ നീതീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തികൾ 3:19 നാം വായിക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തികൾ 3:19 ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. പാപങ്ങൾ മാഞ്ഞു കിട്ടാൻ വേറെ ഒരു വഴിയില്ല. നേർച്ച കാഴ്ചകൾക്കോ അങ്ങനെയുള്ള യാതൊരു പുണ്യപ്രവർത്തികൾക്കോ ഒന്നും പാപം മോചിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ മോചിപ്പിക്കുന്നതിലപ്പുറം മായ്ച്ചു കളയുക എന്നുള്ളതാണ്. അപ്പോൾ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ടിട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരും. അങ്ങനെയാണ് ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമ്മൾ വരുന്നത്. നമ്മുടെ പാവങ്ങളെല്ലാം മായ്ച്ചു കളയുകയാണ്. അപ്പൊ അതിന് ഒരു പ്രവചനമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവചനം യെശയ്യാവ് 1:18 നാം വായിക്കുന്നു. യെശയ്യാവ് 1:18 പറയുകയാണ്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ചില തർജ്ജമകളിൽ രമ്യതപ്പെടാം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ വരുവിൻ നമുക്ക് തമ്മിൽ, ദൈവം പറയാണ് വരുവിൻ, നമ്മളെ സുഹൃത്തിനെ പോലെയാണ്. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നമുക്ക് രമ്യതപ്പെടാം. എന്നിട്ട് യഹോവ നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. നീ എത്ര വലിയ പാവമാണെങ്കിലും, കാരണം നിന്റെ അറിവില്ലായ്മയിൽ ചെയ്തതാണ്. അറിവുണ്ടെങ്കിൽ ആരും ചെയ്യത്തില്ല. അപ്പൊ അറിവില്ലായ്മയിൽ ചെയ്തു. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കാര്യമായി പരിഗണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും അത് മഞ്ഞുപോലെ, അതാണ് പാപങ്ങളെ മായ്ച്ചു കളയുക. രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ ദൈവം വാക്ക് പാലിക്കും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് യെശയ്യാവ് 44:22 നാം ഇതേ ആശയം കാണുകയാണ്. യെശയ്യാവ് 44:22 ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ മഴക്കാറ് ആകാശത്ത് കൂടി കിടക്കുമ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കാർമുകിലിനെ പോലെ. കാർമുകിൽ മാറുമ്പോൾ, അവിടുന്ന് ആ മഴക്കാറ് മാറിപ്പോകുമ്പോൾ നമുക്ക് സൂര്യനെ കാണാം. അതുപോലെ നമ്മുടെ ലംഘനങ്ങളെ, പാവങ്ങളെയും ദൈവം മായ്ച്ചു കളയുക. അങ്ങനെ മായ്ച്ചു കളഞ്ഞാൽ നമ്മളിപ്പോൾ ആരോടെങ്കിലും ചോദിക്കുക, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം കൊണ്ട് നിങ്ങൾക്ക് എന്താ ലഭിച്ചത്? അല്ലെങ്കിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ലഭിച്ചത്? പറയാൻ സാധിക്കണം, എനിക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു, എനിക്ക് നിത്യരക്ഷ ലഭിച്ചു, എനിക്ക് സന്തോഷം ലഭിച്ചു, എനിക്ക് പരിശുദ്ധാത്മ സന്തോഷം ലഭിച്ചു. കാരണം ഈ ദൈവരാജ്യം അത് ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ലഭിച്ചു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും 1 യോഹന്നാൻ 1:7 വരുമ്പോൾ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വേറൊരു വസ്തുവിനും നമ്മെ പാപം പോക്കി ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും നേരിട്ട് പാപം മോചിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് പാപം മോചിപ്പിച്ചു തരുന്നത് യേശുവിന്റെ പുണ്യാഹ രക്തമാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലത്രേ നാം വന്നിരിക്കുന്നത്. അതാണ് സംസാരിക്കുന്ന രക്തമാണ്.
അത് ഒരു വസ്തു, നമ്മൾ പല വസ്തുക്കളെ കുറിച്ച് പറയാം. ഏത് വസ്തുവിനാണ് സംസാരിക്കാൻ കഴിയുന്നത്? ഇവിടെ സംസാരിക്കാൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തിന്റെ വചനം സംസാരിക്കും. നമുക്കറിയാം ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ യേശുവിന്റെ രക്തം, പുണ്യാഹ രക്തം. ഇനി ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പുരോഹിതന്മാരെ പള്ളിയിൽ എന്ത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കുമ്പസാരിപ്പിക്കുന്നത്? യോഹന്നാൻ 20:22, 23 വാക്യങ്ങളാണ് ഇതിന് ആധാരം. ആ വാക്യത്തിന്റെ യഥാർത്ഥ ആശയം എന്തെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ 20:22, 23 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വചനമാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, ആര്? യേശു കർത്താവ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അക്ഷരീകമായിട്ടാണ് പുരോഹിതന്മാരെടുക്കുന്നത്. പക്ഷെ ഇത് ആത്മീയ ഗ്രന്ഥമാണ്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട വചനമുണ്ട്, ആത്മീയ അർത്ഥത്തിൽ എടുക്കേണ്ട വചനമുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം ആത്മീയ അർത്ഥമാണ്, അക്ഷരാർത്ഥമല്ല. അക്ഷരാർത്ഥമാണെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാ, പക്ഷെ ഇവിടെ ആത്മീയ അർത്ഥമാണ്. എന്താ ഇതിന്റെ ആത്മീയ അർത്ഥം? അതായത് അവരുടെ മേൽ ഊതി എന്ന് പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടി ഊതിയത്? അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ വ്യക്തി പാപിയായ ഒരു മനുഷ്യന്റെ അടുക്കൽ പോവുകയും ആ മനുഷ്യനോട് സുവിശേഷം പറയുകയും ചെയ്യുന്നു. കാരണം നിങ്ങൾ വചനം അനുസരിക്കണം, ദൈവത്തിന്റെ വചനം മാത്രമേ അനുസരിക്കാവുള്ളൂ. ദൈവത്തിന്റെ വചനം അതാണ് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതാണ് അനുഗ്രഹം. അങ്ങനെ തന്റെ അനുഭവവും താൻ എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, തനിക്ക് വന്ന മാറ്റം എന്ത്, താൻ മുന്നമേ പാപിയായ മനുഷ്യൻ, മദ്യപാനിയായ മനുഷ്യൻ, അല്ലെങ്കിൽ മോഷ്ടാവായിരുന്ന മനുഷ്യൻ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവൻ മോഷ്ടിക്കുന്നില്ല. ഇപ്പോൾ അവൻ കള്ളൻ ഇനി മോഷ്ടിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മിൽ വന്ന മാറ്റം നമ്മൾ സാക്ഷിയാകണം. യേശുക്രിസ്തുവിന്റെ ജീവനുള്ള സാക്ഷികളായി നിന്നുകൊണ്ട് അതാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നവനെ ഞാനും എന്നെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയുന്നവനെ, എന്നെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയുന്നവന്റെ മുമ്പാകെ, ദൈവദൂതന്മാരുടെ മുമ്പാകെ ഞാനും അവനെ അല്ലെങ്കിൽ അവളെ ഏറ്റുപറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി ഹൃദയത്തിൽ കുത്തുകൊണ്ട് നമ്മൾ പറയുന്ന വചനം മുഖാന്തരം അവർ പാപം ചെയ്യുന്നത് നിർത്തുന്നുവെങ്കിൽ, അതാണ് അവർ പാപം ചെയ്യുന്നത് നിർത്തും. കാരണം പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരുമ്പോൾ അവർക്ക് പാപത്തിൽ തുടരാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ അവർ പാപം ചെയ്യുന്നത് അങ്ങനെയാണ് നിർത്തുന്നത്. എന്നേക്കുമായി പാപം ചെയ്യുന്നത് നിർത്തും. മനഃപൂർവ്വം പിന്നീട് അവർ പാപം ചെയ്യത്തില്ല. കുമ്പസാരിക്കുന്നവരെങ്ങനെയാ? ഞാൻ ഒത്തിരി കാലം കുമ്പസാരിച്ചിട്ടുള്ള ആളാണ്, പക്ഷെ ഒരിക്കലും ആ പാവം ആവർത്തിച്ച് ചെയ്യുക. കാരണം എല്ലാ പാവമൊന്നും അച്ഛനോട് പുരോഹിതനോട് പറയണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ പാവം പറയും, പക്ഷെ അതൊന്നും അതിന്റെ മേൽ ജയമില്ല. കാരണം അത് പരിശുദ്ധാത്മാവിലല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ അവൻ അത്യന്ത ശക്തി ലഭിച്ചിട്ട് പാപത്തിന്റെ മേലും ലോകത്തിന്റെ മേലും പിശാചിന്റെ മേലും വരുവാനുള്ള ശിക്ഷാവിധിയുടെ മേലും അവർക്ക് ജയമുണ്ടാവും. അതാണ് ക്രിസ്തീയ ജീവിതം. ഈ ജയമില്ലാത്ത ക്രിസ്ത്യാനികൾ എന്താണ്? എപ്പോഴും അടിയും, അവിടെ എല്ലാറ്റിലും അവരെന്ത് ചെയ്യുന്നു? വാദവും കലഹവും പകയും പിണക്കവും വിദ്വേഷവും ഗ്രൂപ്പുകളിയും തെരഞ്ഞെടുപ്പും ഇലക്ഷനും പാനലുകളിയും പോലീസ് കേസും ഇതെല്ലാം ഉണ്ടാവും. കാരണം എന്താണ്? അവരൊന്നും ക്രിസ്ത്യാനികളല്ലെന്നേ. അവർക്ക് വെറുതെ പറയുന്നതാണ് നാമമാത്ര ക്രിസ്ത്യാനി, അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവര് യേശുവിനെ അറിഞ്ഞിട്ടില്ല. വചനം അവരുടെ ഉള്ളിൽ വന്നില്ല, വചനം അവരുടെ ഉള്ളിൽ വസിക്കുന്നില്ല. റോമലേഖനം 6:16-18 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റോമലേഖനം 6:16-18 വാക്യങ്ങൾ, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ, അവിടെ ഒരു 2 ചോയ്സാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അതായത് പാപത്തിൽ ജീവിക്കുന്നവൻ പാപത്തിന്റെ അടിമയായിരിക്കുന്നു എന്ന് പറയുന്ന, ഒന്നുകിൽ നിനക്കൊരു ചാൻസ് ഉണ്ടോ, ഒന്നുകിൽ നീ പാപിയാണെന്ന് പറഞ്ഞ് നീ ഈ ലോകത്തിന്റെ എല്ലാ ആഡംബരത്തിലും സൂക്ഷിച്ച് ജീവിച്ചോ, പാപത്തിന്റെ ദാസനാ നീ. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. അല്ലെങ്കിൽ നീ ദൈവവചനം അനുസരിച്ച് നീ ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുകയും, അല്ലെങ്കിൽ നീ വിശാലമേറിയ പാതയിലൂടെ പോകുക. അവിടെ വലിയ പരിപാടിയുണ്ട്, കലാപരിപാടികൾ ഒത്തിരി ഉണ്ട്. അവിടെ വെടിക്കെട്ട് തുടങ്ങി ശിങ്കാരിമേളം, നാടകം, സിനിമ,
അങ്ങനെ എല്ലാ കായിക പരിപാടികളും അവിടെ കൊട്ടും. പക്ഷെ നീ ഇടുക്കുവാതിലോട്ട് വരുമ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ നിനക്ക് കിട്ടുന്നത് നിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് പഴിയും ദുഷിയും നിന്നയും എല്ലാവിധ തിന്മകളും കളവായി പറയുമ്പോഴും നീ അന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നീ ദൈവത്തിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കും. പ്രൈസ് ലോർഡ്. അപ്പൊ ഇവിടെ 2 ചോയ്സ് ആണ് പറയുന്നത്. ഒന്ന് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ പാപം ചെയ്ത് നീ നിത്യനരകത്തിലേക്ക് മരണത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ നീ അനുസരിച്ച് നീ ദൈവത്തിന്റെ ദാസനായി തീരാം. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും, നിങ്ങൾ പാപത്തിന്റെ അടിമകളായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ എങ്ങനെ സ്വീകരിച്ചു? ഹൃദയപൂർവം അനുസരിച്ചു. അങ്ങനെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ വെറുതെ സ്തോത്രം പറഞ്ഞുകൊടുക്കും. സ്തോത്രം എപ്പോഴും സ്തോത്രം. എന്തിനാ പറയുന്നതെന്ന് ഇവർക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ അപ്പസ്തലനായ പൗലോസ് പരിശുദ്ധമായ സ്തോത്രം പറഞ്ഞു. കാര്യം എന്താണെന്നറിയാവോ? ഞാനൊരു പാപിയായിരുന്നു, പാപത്തിന്റെ അടിമ. ഞാൻ യേശുവിനെ യഥാർത്ഥത്തിൽ അറിയുന്നതിന് മുമ്പ് ഞാൻ പാപിയായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചത്? ഇപ്പോൾ എനിക്ക് വന്ന മാറ്റം ഇതാണ്. ഞാൻ ആ വചനത്തെ സ്വീകരിച്ചു, ഹൃദയപൂർവ്വം അനുസരിച്ചു. അങ്ങനെ ഞാൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായെങ്കിൽ എനിക്കിപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ പാപിയല്ല. ഇനി പാപിയാണെന്ന് പറഞ്ഞാൽ എന്താ വിഷയം എന്നറിയാവോ? ആരെങ്കിലും ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ്, ഞാനൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണേ എന്നിങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത്, കർത്താവെ, എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, ഞാൻ പാപിയായിരുന്നു, എന്നാൽ അങ്ങയുടെ കരുണയാൽ കൃപയാൽ കർത്താവെ എനിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയതിനായി ഞാൻ സ്തോത്രം പറയുന്നു. അതാണ് ഇവിടെ നമ്മൾ തിരുവെഴുത്ത് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇനി പാപിയായുള്ള പ്രശ്നം ഇവിടെ പറയാണ്. ഗലാത്യലേഖനം 2:17 പറയാണ്. ഗലാത്യലേഖനം 2:17 പറയാണ്, എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയിൽ നാമും പാപികൾ എന്നു വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനോ എന്ന് ഒരു നാളുമല്ല. അതായത് നമ്മൾ പറയാം, ക്രിസ്തുവേശു ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം, കാരണം നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നീതിമാനായി തീർന്നിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ക്രിസ്തുവേശുവിൽ ഞാൻ നീതിമാനായിരിക്കുന്നു, ക്രിസ്തുവേശുവിൽ ഞാൻ ഒരു വിശുദ്ധനായി തീർന്നിരിക്കുന്നു. ഇനി എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയിൽ നാമും പാപികൾ എന്ന് വരുന്നുവെങ്കിൽ, എന്നിട്ട് നിങ്ങൾ പറയാ പാപിയാണെന്ന്, എന്നാൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനോ ഒരു നാളുമല്ല. എന്നാൽ അനേക മനുഷ്യർ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, അനേക സഭക്കാർ യേശുക്രിസ്തുവിനെ പാപത്തിന്റെ ശുശ്രൂഷകനായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അറിയാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സ് കുരുടായി തീർന്നിരിക്കുകയാണ്. അവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കാൻ സാധിക്കുന്നില്ല. ഈ വചനം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണമേ. എന്നാൽ ക്രിസ്തുവേശുവിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ നീതിമാന്മാരായി തീർന്നിരിക്കും. അങ്ങനെയുള്ളവരായി നമ്മൾ ഇനി പാപികൾ എന്ന് പറയേണ്ടതില്ല എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. വീണ്ടും 1 കൊരിന്ത്യർ 15:17 ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപത്തിലിരിക്കുന്നു. ക്രിസ്തു യേശു ഉയർത്തിട്ടില്ല എങ്കിൽ, ഇല്ലെങ്കിൽ പാപത്തിലിരിക്കുന്നു. ഉയർത്തിട്ടുണ്ടെങ്കിലോ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു യേശു ഉയർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതെനിക്ക് വേണ്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ യേശുവാണ് കേട്ടോ, നമ്മുടെ യേശു ബൈബിളിലെ യേശു അല്ല. പക്ഷെ അവർ പറയുന്നത് ബൈബിളിലെ യേശുവാണ് ഞങ്ങളുടെ യേശു എന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ബൈബിളും ഖുർആനും ഒക്കെ അത്യാവശ്യം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു അല്ല ഖുർആനിലെ യേശു. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിലെ യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം ജീവിച്ച്, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച്, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ട്, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് മുസ്ലിങ്ങൾ പറയുന്ന അവരുടെ ഈസ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് പ്രവാചകനാണ്. കാരണം നമ്മൾ ബൈബിളിലെ യേശു സാക്ഷാൽ ദൈവമാണ്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് തന്നെത്താൻ താഴ്ത്തി മനുഷ്യരൂപമെടുത്ത് അവൻ ഭൂമിയിൽ വന്ന് നമ്മളോട് പറയാനുള്ള കാര്യമെല്ലാം പറഞ്ഞു, നമുക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അപ്പോൾ നമ്മുടെ യേശു, ക്രിസ്ത്യാനികളുടെ യേശു സാക്ഷാൽ ദൈവമാണ്. എന്നാൽ മുസ്ലിങ്ങൾ പറയുന്നത് അവർക്ക് യേശുവിന്റെ ദൈവത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് യേശുവിനെ കുരിശിൽ തറച്ചിട്ടില്ല. യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയ ആ സമയത്ത് യേശുവിനെ പോലെ മുഖഛായയുള്ള മറ്റൊരു
വ്യക്തിയെയാണ് കുരിശിൽ തറച്ചത്. അത് പകരക്കാരൻ സിദ്ധാന്തം എന്നാണ് അവർ പറയുന്നത്. അവരുടെ ആ സിദ്ധാന്തത്തിൽ നിന്ന് അവർ പറയുന്നത് പകരക്കാരൻ, അതായത് വേറൊരാളെ, യേശുവിനെ അല്ല, യേശുവിനെ പോലെ ഇരിക്കുന്ന വേറൊരാളെ കുരിശിൽ തറച്ചു. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ യേശു അല്ല, അവിടുത്തെ യേശു എന്ന് പറയുകയായിരുന്നു. പ്രൈസ് ഗോഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 പത്രോസ് 1:14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 1 പത്രോസ് 1:14-15. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരുവിൻ. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമോ ഞാനൊരു വിശുദ്ധനാണ്? അല്ലെ, നമ്മൾ പെട്ടെന്ന് അയ്യോ ഞാനൊരു വിശുദ്ധനാണോ എന്ന് പറയുമ്പോൾ, കാരണം ഈ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളുടെയൊക്കെ റോമയിലെ ഏത് ലേഖനം എടുത്തു കഴിഞ്ഞാലും ഒട്ടനവധി ലേഖനങ്ങളുടെയും ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നതാണ് ഇത് വിശുദ്ധന്മാർക്ക്, വിളിക്കപ്പെട്ടവർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, വ്രതന്മാർക്ക് എഴുതുന്നതാണ്. അപ്പോൾ ഇത് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ലോകസ്ഥാപനത്തിന് മുമ്പേ, അതായത് അവനിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തു എന്നാണ് അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്താണ് ആ വാക്യമാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരണം. അപ്പൊ നമ്മുടെ അപ്പൻ പിതാവായ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളെല്ലാം വിശുദ്ധരാകണമെന്നാണ്. അപ്പോൾ നമ്മൾ ആമേൻ എന്ന് പറയണം. ആമേൻ, കർത്താവെ ഞങ്ങൾക്ക് ഈ വിശുദ്ധ പദവി നൽകിയത്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ പുണ്യപ്രവൃത്തി എല്ലാം ചെയ്തിട്ട് അങ്ങനെയാണ്, പിന്നെ മരിച്ചതിന് ശേഷം 3 4 ഒക്കെ അത്ഭുതങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആരെങ്കിലും വലിയ പദവിയുള്ള ആളുകൾ വചനവിരുദ്ധമായി തലയിൽ തൊപ്പിയും കയ്യിൽ വടിയൊക്കെ പിടിച്ച ആളുകൾ വന്നിട്ട് നമ്മളെ ആദ്യം വാഴ്ത്തപ്പെട്ടവനാക്കിയിട്ട് പിന്നെ കുറച്ചു കാലം കഴിയുമ്പം അങ്ങനെ പിന്നെ അത്ഭുതമൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ്, കുറെ പ്രോസസ്സ് ഉണ്ടെന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിൾ വളരെ ലളിതമായി നമ്മളെ വിശുദ്ധരാക്കിയിരിക്കുക. ഈ പറയുന്ന പ്രോസസ് ഒന്നുമില്ല ബൈബിളിൽ പറയാണ്. എന്താ ബൈബിളിൽ വിശുദ്ധനാകാനുള്ള വ്യവസ്ഥ പറയുകയാണ്. ബൈബിളിൽ ഒരുവൻ വിശുദ്ധനായി തീരണമെങ്കിൽ എന്താ പറയുകയാണ്? വെളിപ്പാട് പുസ്തകം 14:12. വെളിപ്പാട് പുസ്തകം 14:12 വെളിപ്പാട് പുസ്തകം 14:12 പറയുകയാണ്, ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോൾ ആരാ വിശുദ്ധൻ? ആരാണ് വിശുദ്ധൻ എന്ന ബൈബിളിൽ നിർവചനമുണ്ട്. പറയുകയാണ്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവർ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, സഹിഷ്ണുതയോട് ജീവിക്കുന്നവൻ വിശുദ്ധനാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലേക്ക് ഒന്ന് വരുവാൻ അത് മനുഷ്യനൊന്ന് വെളിപ്പെട്ടാൽ മതി. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, കാരണം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം അനുസരിച്ചാൽ പോരാ. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അത് യാക്കോബ് ലേഖനം 2:10 യാക്കോബ് ലേഖനം 2:10 പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ നിങ്ങൾ സകലത്തിലും കുറ്റക്കാരനാകുന്നു. അങ്ങനെ ഒരു നിയമം ബൈബിളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പോരാ. കാരണം നമുക്ക് പലതും നമുക്ക് അത്രയൊക്കെ പറ്റില്ല നമുക്ക്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അനുസരിക്കാനുള്ള ഒരു കൃപ ദൈവം തരും. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് മോശയ്ക്ക് പറ്റിയത്. ഈ പറഞ്ഞ പോലെ മോശ നല്ല ഒരു മനുഷ്യൻ, വിശുദ്ധ ജീവിതം നയിച്ചൊരു മനുഷ്യൻ. പക്ഷെ അവസാനമായപ്പോഴേക്കും എന്താണ്, മോശയ്ക്ക് ചെറിയൊരു തെറ്റ് പറ്റിയതുള്ളൂ. ദൈവം പറഞ്ഞത് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ മോശ മുമ്പേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ ഇപ്രാവശ്യം പറഞ്ഞപ്പോൾ എന്താണ്, ഇപ്രാവശ്യം മോശയോട് പറഞ്ഞ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ മോശ പാറയടിച്ചു. അതുകൊണ്ട് ദൈവം കോപിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ നീതിമാന്മാർ പോലും പ്രയാസേന രക്ഷ പ്രാപിക്കും, പാപിയുടെയും അധർമ്മിയുടെയും ഗതി എന്താവും? അപ്പൊ നമ്മൾ പറയും നമ്മളൊക്കെ വിശുദ്ധി നമ്മൾ അവകാശപ്പെടണമെന്ന് പറയും അല്ലേ. ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരു LIC പോളിസി ഉണ്ടെങ്കിൽ, LIC പോളിസി എടുക്കാറുണ്ട് നമ്മളൊക്കെ. LIC പോളിസി അത് മച്യൂരിറ്റി ആകുമ്പോൾ നമ്മളതിന് ക്ലെയിം അവിടെ പോയിട്ട് ഓഫീസിൽ പോയിട്ട് നമ്മളത് ക്ലെയിം അവകാശപ്പെടണം. ഇല്ലാതെ ആരും നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുത്തരത്തില്ല ഇത്. അപ്പൊ അങ്ങനെയാണ് പല കാര്യങ്ങളും. അതുകൊണ്ട് ബൈബിളിൽ ദൈവം നമ്മെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ വെളിപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അത് പൗലോസ് അപ്പോസ്തലൻ അത് ഏറ്റെടുത്ത് നമുക്ക് മാതൃക കാണിച്ചു വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇനി വായിക്കുന്നത്. എഫേസ്യ ലേഖനം 3:8.
സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണ് എന്ന് അവകാശം, അതായത് വാഗ്ദത്തം, ദൈവം കൊടുത്ത വാഗ്ദത്തം ഏറ്റെടുത്ത് നമ്മളെ കാണിച്ചിരിക്കുക. അതായത് സകല വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനായ ഞാൻ. അപ്പോസ്തലൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായ ഞാൻ. അത് അപ്പോസ്തലന്റെ ഒരു ശൈലിയാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ദൈവകൃപയാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ വിശുദ്ധന്മാരാണ്, നീതിമാന്മാരാന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഒട്ടും അവർ സമ്മതിച്ചു തരുന്നില്ല. കാരണം എന്താണ് അവർ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ പൂർണ്ണമായി തികഞ്ഞവരാണോ, നിങ്ങളിന്ന് തെറ്റ് ചെയ്യത്തില്ലേ എന്നൊക്കെ അവർ ചോദിക്കും. നിങ്ങളിന്ന് തെറ്റ് ചെയ്യത്തില്ലേ? പ്രിയപ്പെട്ടവരെ, അത് വ്യത്യാസമുണ്ട്. അതായത് ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ തെറ്റു ചെയ്യും. കാരണം തെറ്റ് ചെയ്യുക എന്നുള്ളതും പാപം ചെയ്യുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. കാരണം തെറ്റ് ചെയ്യുന്നവരോട് യേശു കർത്താവ് എന്താ പറയുന്നത്? തെറ്റ് ചെയ്താൽ നിന്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ, എന്നോട് സഹോദരൻ തെറ്റ് ചെയ്താൽ 70 പ്രാവശ്യം അവനോട് ക്ഷമിക്കണം. സഹോദരൻ തെറ്റ് ചെയ്തിട്ട് അവൻ വന്ന് നിന്നോട് ക്ഷമ ചോദിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞു നീ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി എന്ന് ചോദിക്കുമ്പോൾ 70 അവൻ ക്ഷമിക്കണം. പക്ഷേ പാപം ചെയ്യുന്നവരുടെ കർത്താവ് എന്നാ പറയുന്നത്? പാപം ചെയ്യുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത് നിന്റെ വലം കണ്ണ് നിനക്ക് പാപകാരണമാവുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. കാരണം ഇത്രയ്ക്ക് കർക്കശമായിട്ടുള്ള ഒരു ഉപദേശം ഒരു താക്കീത് കർത്താവ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആ പാപത്തിന്റെ ഭീകരതയാ. അതുകൊണ്ട് കർത്താവ് പാപം ചെയ്ത പാപിനിയായ സ്ത്രീയെ അവളുടെ ജീവൻ രക്ഷിച്ചിട്ട് കർത്താവ് പറഞ്ഞത് ഇനി പാപം ചെയ്യരുത്. വീണ്ടും 38 സംവത്സരം ആ ബത്സേബ കൊള്ളക്കടവിൽ കിടന്ന തളർവാദ രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുകയാണ്. അവനെ പിന്നീട് ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ കർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നു, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷത്തിന്റെ ഹൈലൈറ്റ്. ഹല്ലേലൂയ. അതായത് പാപം ചെയ്യുന്നത് നിർത്തുവിൻ. ഞാൻ മുന്നമേ പാപിയായിരുന്നു, എന്നാൽ ദൈവകൃപയാൽ എനിക്ക് പാപത്തിന്റെ മേൽ, പിശാചിന്റെ മേൽ, ശിക്ഷാവിധിയുടെ മേൽ ദൈവം എനിക്ക് ജയം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. ഇതാണ് സുവിശേഷത്തിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, അവര് 1 യോഹന്നാൻ 7-ാം അധ്യായത്തിൽ 9-ാം വാക്യം ഉയർത്തിക്കൊണ്ടുവരും. അവര് പറയുന്ന ഇതാണ്. അവര് പറയുകയാണ്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിലില്ലാതെയായി. അപ്പോ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നിൽ പാപമില്ല, നമുക്ക് പാപമില്ല എന്നു നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മൾ പാപമോചനത്തെക്കുറിച്ച്, നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ കുറിച്ചൊക്കെ ആളോട് പറയുമ്പോൾ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വാക്യം ബൈബിളിലുണ്ട്. പക്ഷെ അവർ പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ പാപിയല്ല എന്ന് പറയാൻ സാധിക്കത്തില്ല എന്ന ഒരു മറുവാദത്തിന് ഉത്തരവാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആളുകൾ ഇത് കൊണ്ടുവരും. കാരണം ഇവര് ഏകപക്ഷീയമായിട്ടാണ് ഇത് പറയുന്നത്. ഇവർ ഇതിന് മുമ്പിലുള്ളതും അതിന്റെ അടുത്തുള്ള വചനങ്ങളൊന്നും ഇവർ എടുക്കില്ല. ഇവർ ഈ വാക്യമാണ് എടുക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഇതാണ്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അതിന്റെ 10-ാമത്തെ വാക്യത്തിലുണ്ട്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറയുന്നില്ല, ഞാൻ പാപം ചെയ്തിട്ടുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഞാൻ പാപികളിൽ ഒന്നാമനെന്ന് പറയുന്നവനാ ഞാൻ. അപ്പോൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയില്ല. പക്ഷെ അതിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, കണ്ടോ, ഇവിടെ വ്യവസ്ഥാധിഷ്ഠിതമാ. പാപമില്ല എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നു. എന്നാൽ പാപങ്ങളെ ഏറ്റുപറയുന്നതോടൊപ്പം തന്നെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ, അതിന് ചെയ്യുകയില്ല, മനഃപൂർവ്വം ഇനി പാപം ആവർത്തിക്കില്ല നമ്മൾ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ എന്താ? അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ നാം ഏറ്റുപറയുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലൊരു ഏറ്റുപറച്ചിൽ നാം കാണും സക്കായിയുടെ ഏറ്റുപറച്ചിലാണ്. സക്കായിയോട് കർത്താവ് അവൻ ആ അത്തിമരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ, കാരണം ഇവന്റെ ഹൃദയം കർത്താവ് കണ്ടു. അങ്ങനെ കർത്താവ് പറയാണ്, ഞാൻ നിന്റെ ഭവനത്തിലാണ് ഇന്ന് പാർക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ
കർത്താവിനോട് ഉപദേശമൊന്നും പറയുന്നത് കാണുന്നില്ല. പക്ഷെ കർത്താവിനോട് അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കും. ഉണ്ടോ? ഞാൻ എന്തെങ്കിലും അന്യായമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ പ്രതിക്രിയ ചെയ്യും. അത് ഏറ്റുപറച്ച്. അപ്പോഴാണ് കർത്താവ് പറയും, ഏറ്റുപറച്ചില് കർത്താവ് കേട്ടപ്പോഴാണ് പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. വെറുതെ ഒരു ഭവനത്തിലും രക്ഷ വരത്തില്ല. നമ്മുടെ ഏറ്റുപറച്ചിൽ അത് ശരിയായ വഴിയിലാകുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇത് പറയുമ്പോൾ ചിലർ പറയും, അങ്ങനെയെങ്കിൽ റോമാലേഖനം 7:24-25 24-25 വാക്യങ്ങളിലൊക്കെ 24-24 വാക്യത്തിൽ റോമാലേഖനം 7:24 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെയല്ലേ നമ്മൾ ആയിരിക്കുന്നതെന്നൊക്കെ ആളുകൾ പറയും. അത് ഈ വാക്യം ഇതാണ്, റോമാലേഖനം 7:24, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനനായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? വിലാപമാണ്. പക്ഷെ ഇത് അപ്പോസ്തലനായ പൗലോസ് ഇത് ന്യായപ്രമാണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിലാപം. അതായത് അരിഷ്ട മനുഷ്യനായി, ആരും സഹായിക്കാനില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവിടെ നിർത്തുന്നില്ല. ഇവിടെ ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു വിലാപമാണ്. താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യം പറയുന്നത്, രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള വിലാപത്തെക്കുറിച്ചല്ല പറയുന്നത്. താൻ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ന്യായപ്രമാണത്തിന്റെ ആ പാപത്തിന്റെ പ്രമാണം, അതാണ് ആ പ്രമാണത്തിന് കീഴിലായിരുന്ന അവസ്ഥയാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്? വെറുതെ അല്ല. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ഞാൻ അതിനുശേഷം പറയുകയാണ്, പാപത്തിന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇതവര് പറയത്തില്ല. ഇതാണ് നമ്മൾ പറയേണ്ടത്. എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ക്രിസ്തുയേശുവിന്റെ പ്രമാണം. അത് എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 9:31 നാം വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ 9:31 പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് നാം അറിയുന്നു. പാപികളുടെ പ്രാർത്ഥന, പാപികൾ എത്ര ഇരുന്ന് പ്രാപിച്ചാലും നീ കൈ ഉയർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. യെശയ്യാ 59:2 നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ അവൻ കാണാതെ വണ്ണം നിങ്ങളുടെ മുഖത്തെ അവന് മറച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുവൻ പാപത്തിൽ അവൻ തുടരുന്നുവെങ്കിൽ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ സൽപ്രവർത്തികളും ദൈവം സ്വീകരിക്കത്തില്ല. യെശയ്യാവ് 64:5 വാക്യത്തിൽ, യെശയ്യാവ് 64:5 പറയുകയാണ്, ഇതാ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു, ഞങ്ങൾ ബഹുകാലം ഇതിൽ കഴിച്ചുകൂട്ടി, ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? എന്നിട്ട് അവിടെ ദൈവശബ്ദം കേൾക്കുകയാണ്, നിങ്ങളുടെ പുണ്യപ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ. അതായത് നാം ഒരു ചെറിയ പാവമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ആ ചെറിയൊരു കള്ളം പറയും, ആ ഒരു കള്ളം അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അവന് വേറെ കുഴപ്പമൊന്നുമില്ലായിരിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ നിങ്ങൾ സകലത്തിലും കുറ്റക്കാരൻ എന്ന് യാക്കോബ് 2:10 എഴുതിയിരിക്കുന്ന തിരുവെഴുത്ത് നാം ആരും മറന്നുപോകരുത്. അപ്പം അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ വിശുദ്ധ ജീവിതം നയിച്ചേ പറ്റുകയുള്ളൂ. നമ്മൾ തെറ്റായ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. വചനവിരുദ്ധമായ എല്ലാ ഉപദേശങ്ങളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകണം. അതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.